എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു കെട്ട് പുതിനയിലയാലും മല്ലിയിലയാലും കറിവേപ്പിലയായാലും കൊണ്ടുവരാറുണ്ടോ? അപ്പോൾ ഇത് നമുക്ക് കേടുകൂടാതെ 4 ആഴ്ചയോളം വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഹാക്ക് കണ്ടതാണ്. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ഹാക്കാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇത് വെക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാം. ഇത് ഞാൻ നന്നായി കഴുകി ക്ലീനാക്കി വെച്ച പുതിനയിലയാണ്. അപ്പോൾ ഇത് തണ്ടിലോ ഇലകളിലോ വെള്ളം ഉണ്ടാവാൻ പാടില്ല. പിന്നെ വേരോടെ തന്നെ വേണം. വേരിലെ മണ്ണൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലുള്ളൊരു ബോട്ടിലിൽ അത് പ്ലാസ്റ്റിക്കോ കുപ്പിയുടേതോ നിങ്ങൾക്ക് എടുക്കാം. മുഴുവനായിട്ടും ഈ പുതിനയില ഇതിൽ താഴ്ന്നിരിക്കണം. എന്നിട്ട് അടപ്പുള്ളതായിരിക്കണം വേണ്ടുന്നത്. എത്രയാണ് വെള്ളം വെക്കുന്നതെന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ വേരിൽ മാത്രമേ നമ്മൾ വെള്ളം വെക്കാൻ പാടുള്ളൂ. തണ്ടിലോ ഇലകളിലോ വെള്ളം ഉണ്ടാവാനേ പാടില്ല. അങ്ങനെയാണെങ്കിൽ 3 അല്ല 4 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോൾ അത്രയും വെള്ളം വെക്കണ്ടു. ഞാനിതിൽ കാണിച്ചതുപോലെ ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം ഞാൻ ഇത് ചെയ്തതിന് ശേഷം 2 ആഴ്ച വീട്ടിലില്ലായിരുന്നു. തിരിച്ച് വന്നപ്പോഴും നല്ല ഫ്രഷായിട്ട് ചെടികളിൽ നിന്നൊക്കെ പറിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും ഈ ഒരു ഹാക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കെട്ട് പുതിനയിലകൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ചീത്തയാവുന്നത് കൊണ്ട് നമുക്ക് ദേഷ്യം വരാറില്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ദേഷ്യം വേണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.